ഇന്ത്യക്ക് കരുത്തേകാൻ പടക്കളത്തിൽ മറ്റൊരു ചുണക്കുട്ടി കൂടിയെത്തുന്നു. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്താൻ പാകത്തിന് തന്നെ ശക്തിയുള്ള ആണവ അന്തർവാഹിനിക്കാണ് ഇപ്പോൾ ഇന്ത്യ ഉദയം നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും വെല്ലുവിളികൾക്കും ഇനി ഈ ഒരു ആയുധം മറുപടി നൽകുമെന്നും തന്നെ നാവികസേന വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി INS അരിധാമനാണ് ഇത്തരത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത്. ഈ വർഷം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി തന്നെ സബ്മറൈൻ കമ്മീഷൻ ചെയ്യുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. വിശാഖപട്ടണത്തെ അതീവ രഹസ്യമായ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്നും അരിധാമനാകട്ടെ മാസങ്ങളായി തന്നെ കടലിൽ പരീക്ഷണയോട്ടം നടത്തി വരികയാണ് എന്നും വ്യക്തമാക്കുന്നു. ഇതോടുകൂടി തന്നെ അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന ലോകത്തെ വമ്പൻ ആണവ ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകാൻ ഒരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ L&T ആണ് ഇപ്പോൾ അരിധാമന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. മുൻഗാമികളായ INS അരിഹന്ത് അതേപോലെ INS ഹരിഗട്ട് എന്നിവയെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ പ്രഹരശേഷിയുള്ളതാണ് അരിധാമൻ എന്നും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ തന്നെ സമുദ്രത്തിനടിയിൽ മാസങ്ങളോളം തന്നെ തങ്ങാൻ ശേഷിയുള്ള ആണവ റിയാക്ടറുകളാണ് ഈ അന്തർവാഹിനിയുടെ കരുത്തു പകരുന്നതെന്നും വ്യക്തമാക്കുന്നു. 750 കിലോമീറ്റർ പരിധിയുള്ള K-15 മിസൈലുകൾക്ക് പുറമെ തന്നെ 300 കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള K-4 ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അരിധാമിൽ നിന്നും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒളിഞ്ഞിരുന്നുകൊണ്ട് ശത്രുവിനെ തകർക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇതോടുകൂടി തന്നെ ഇരട്ടിയാകും. 3 സേനകളുടെയും സംയുക്ത കമാൻഡറായ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിലായിരിക്കും അന്തർവാഹിനിയുടെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ അരിധാമിന് പിന്നാലെ S-4 അതിന് പേരിട്ടിരിക്കുന്ന 4ാമത്തെ അന്തർവാഹിനിയും താമസിക്കാതെ തന്നെ നാവികസേനയുടെ ഭാഗമാകും. കൂടാതെ തന്നെ നിലവിലുള്ള അന്തർവാഹിനികളുടെ ഇരട്ടി വലുപ്പമുള്ള S-5 എന്ന വമ്പൻ അന്തർവാഹിനിയുടെ നിർമ്മാണവും ഇന്ത്യ കൂടുതലായി തന്നെ ലക്ഷ്യമിടുന്നു. നിലവിൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് സ്വന്തമായി തന്നെ ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ കരുത്ത് പകരുന്നതും. സമുദ്രത്തിനടിയിലെ ഇന്ത്യയുടെ ഈ ഒരു വൻ ശക്തി പ്രകടനമാകട്ടെ അവിടെ ആ ഒരു മേഖലയിലെ പ്രധാന സമവാക്യങ്ങൾ തന്നെയായി മാറ്റിമറിക്കാൻ സാധിക്കുമെന്നും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.